ഹലോ, ഇന്ന് നമുക്ക് വൺ ഫ്രൈഡേ നൈറ്റ് എന്ന ഹിന്ദി സിനിമയുടെ കഥ നോക്കിയാലോ. ഡോക്ടറായ ഭാര്യ ലത അവരുടെ ഭർത്താവ് റാം ബിസിനസ് ട്രിപ്പ് എന്ന് കള്ളം പറഞ്ഞ് ഗേൾ ഫ്രണ്ടിനെയും കൊണ്ട് ഫാം ഹൗസിലെത്തി. അവിടെ വെച്ച് ഗേൾ ഫ്രണ്ട് താൻ പ്രഗ്നന്റ് ആണെന്ന സത്യം റാമിനോട് തുറന്നു പറയുന്നു. എന്നാൽ ഒരു ഘട്ടത്തിൽ റാം സെക്കൻഡ് ഫ്ലോറിൽ നിന്നും താഴെ വീണ് തലയ്ക്ക് പരിക്ക് പറ്റി. ആരെ വിളിക്കണമെന്നറിയാതെ കാമുകിയാണെങ്കിൽ ഭാര്യയായ ലതയെ അറിയിച്ചു. എങ്ങനെയായിരിക്കാം റാമിന് പരിക്ക് പറ്റിയത്? സത്യമറിഞ്ഞ ലതയുടെ പ്രതികരണം എന്തെന്നൊക്കെ അറിയാൻ എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ ജൂലൈ 27 കാണിക്കുന്നത്. പോലീസുകാർ നിരോഷ എന്നൊരു പെണ്ണിനെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അവളാണെങ്കിൽ പോലീസുകാരോട് ചോദിക്കും, ഞാൻ എന്റെ അമ്മയെ ഒന്ന് വിളിച്ചോട്ടെ എന്ന്. അത് കേൾക്കുന്ന പോലീസുകാർ പറയും, അപ്പോൾ നീ ഇത്രയും ചെയ്തത് നിന്റെ അമ്മയെ വിളിച്ച് ചോദിച്ചിട്ടാണോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ചിരിക്കും. അതിനുശേഷം എന്താണ് തലേ ദിവസം ഫ്രൈഡേ നടന്നതെന്നാണ് കാണിക്കുന്നത്. ഭാര്യയും ഭർത്താവുമായ റാമും ലതയും. ലതയാണെങ്കിൽ ഒരു ഗൈനക്കോളജിസ്റ്റ് ആണ്. റാം ആണെങ്കിൽ ഒരു ബിസിനസ്സുകാരനും. ലതയാണെങ്കിൽ തന്റെ ഭർത്താവായ റാമിനെ ഫോൺ വിളിക്കുകയാണ്. എന്തെന്നാൽ റാം ആണെങ്കിൽ ഒരു ബിസിനസ് ആവശ്യവുമായി പുറത്തോട്ട് പോകുന്നുണ്ട്. യാത്രയെക്കുറിച്ചൊക്കെ അറിയാനായിട്ടാണ് ലത ഫോൺ വിളിക്കുന്നത്. അങ്ങനെ റാമിന്റെ കാർ മുന്നോട്ട് പോകവേ റാം ആണെങ്കിലോ ഡ്രൈവറിനെ വഴിയിൽ ഇറക്കിയിട്ട് ഇനി നീ വരണ്ട, ഞാൻ ഡ്രൈവ് ചെയ്ത് പൊയ്ക്കോളാം എന്ന് പറയുന്നു. അതേസമയം തന്നെ റാമിനെ ലത ഫോൺ വിളിക്കുമ്പോൾ ഡ്രൈവർ എന്തോ ആവശ്യത്തിന് ഇറങ്ങിപ്പോയി ഞാനാണ് മുന്നോട്ട് ഡ്രൈവ് ചെയ്യുന്നതെന്നും ലതയോട് പറഞ്ഞിട്ട് അങ്ങെത്തിയിട്ട് ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞ് കോളും കട്ട് ചെയ്യും. അതേസമയം എയർപോർട്ടിൽ പോകേണ്ട റൂട്ടിൽ പോകാതെ റാം നേരെ മറ്റൊരു വഴിയിലേക്ക് പോവുകയാണ്. അവിടെ കാർ നിർത്തി ആർക്കോ വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോഴാണ് സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്ന നിരോഷ എന്നൊരു പെൺകുട്ടി കാറിൽ വന്ന് കയറുന്നത്. ഈ നിരോഷയും റാമും തമ്മിൽ പ്രണയത്തിലാണ്. റാമിന്റെ കാമുകിയാണ് നിരോഷ. എന്നാൽ അതാണെങ്കിലോ ലതയ്ക്ക് അറിയത്തേയില്ല. നിരോഷയും റാമും നേരെ പോകുന്നത് റാമിന്റെ ഹിൽ സ്റ്റേഷനിലുള്ള ഒരു ഫാം ഹൗസിലേക്കാണ്. പോകുന്ന വഴിയിൽ അവർ എൻജോയ് ചെയ്ത് കൊഞ്ചിക്കുഴഞ്ഞൊക്കെയാണ് പോകുന്നത്. വഴിയിലൊക്കെ ഇറങ്ങി സെൽഫിയൊക്കെ എടുത്ത് സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകവേ നിരോഷ ചോദിക്കും, 20 വർഷമായില്ലേ ലതയെ കല്യാണം കഴിച്ചിട്ട്, ഇതുവരെയും നിങ്ങൾക്കൊരു കുഞ്ഞിനെ തരാനായിട്ട് അവൾക്ക് പറ്റിയിട്ടുണ്ടോ? നിങ്ങൾ ലതയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടല്ലേ എന്നൊക്കെ പറയുമ്പോൾ ലതയെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്, പക്ഷേ അതിനേക്കാൾ ഇരട്ടി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് റാം പറയും, നമ്മളിപ്പോൾ എൻജോയ് ചെയ്യാനല്ലേ പോകുന്നത്, അതിനിടയ്ക്ക് ഈ കാര്യങ്ങളൊക്കെ എന്തിനാ സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അവർ നേരെ ഹിൽ സ്റ്റേഷനിലുള്ള ഫാം ഹൗസിലേക്ക് പോകും. പിന്നീട് ഫാം ഹൗസ് ആണ് കാണിക്കുന്നത്. ഫാം ഹൗസിലെത്തിയപ്പോൾ ജോലിക്കാരൻ വന്ന് അവരുടെ പെട്ടിയും സാധനങ്ങളും ഒക്കെ എടുത്ത് റൂമിലേക്ക് കൊണ്ടുപോകും. നല്ല മഴ പെയ്യുന്നതിനാൽ റാം ആണെങ്കിൽ ഫ്രഷ് ആകുവാനായും പോയി. നിരോഷയാണെങ്കിൽ അമ്മയെ വിളിക്കുവാനായിട്ട് സിഗ്നൽ നോക്കി മുകളിലത്തെ ഫ്ലോറിലേക്കും കയറിപ്പോയി. അവിടെ നിന്ന് അമ്മയെ ഫോൺ വിളിച്ച് സംസാരിച്ചു കൊണ്ട് നിൽക്കുകയാണ്. അതിൽ നിന്നും ഒരു കാര്യം മനസ്സിലാക്കാം, നിരോഷയും അമ്മയും കടബാധ്യത കാരണം കഷ്ടപ്പെടുകയാണ്. നിന്റെ ജോലി എന്തായി, റെഡിയായോ, കാശടയ്ക്കേണ്ട സമയമായി എന്നൊക്കെ അമ്മ നിരോഷയോട് പറയുമ്പോൾ നിരോഷ വല്ലാതെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. അതിനുശേഷം നിരോഷ താഴേക്ക് ഇറങ്ങി വന്ന് റാമിനോട് പറയും, ഞാനൊരു കാര്യം ചോദിക്കുന്നുണ്ട്, ഒന്നും തോന്നരുത്, എനിക്ക് കുറച്ച് കാശ് തന്ന് സഹായിക്കാൻ പറ്റുമോ, ബുദ്ധിമുട്ടായതുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ ഒന്നും മിണ്ടാതെ റാം ആണെങ്കിൽ അലമാരി തുറന്ന് അതിനുള്ളിൽ ലോക്കർ ഓപ്പണാക്കി അവളെ കാണിക്കുമ്പോൾ അതിൽ നിറയെ കാശായിരുന്നു. ഇതെല്ലാം നിനക്ക് വേണ്ടിയിട്ടുള്ളതാണ്, എത്ര വേണമെങ്കിലും നീ എടുത്തോ എന്ന് റാം പറയും. നിരോഷയ്ക്ക് ഒരുപാട് സന്തോഷമാകും. അന്ന് രാത്രി രണ്ടുപേരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കവേ നിരോഷ പറയും, നിങ്ങൾക്ക് സർപ്രൈസൊക്കെ ഒരുപാട് ഇഷ്ടമല്ലേ, ഞാനൊരു സർപ്രൈസ് തരട്ടെ എന്ന് ചോദിക്കുമ്പോൾ റാം ആണെങ്കിൽ കാര്യം തിരക്കും. അപ്പോൾ നിരോഷ പറയും താൻ പ്രഗ്നന്റ് ആണെന്ന്. അത് കേട്ട് ആദ്യം റാം ഒന്ന് ഞെട്ടുമെങ്കിലും പിന്നീട് റാം ഒരുപാട് സന്തോഷിക്കും. എന്നിട്ട് പറയും, എന്റെ കുഞ്ഞ് നിന്റെ വയറ്റിൽ വളരുന്നു, ഇത് നമുക്ക് ആഘോഷിക്കണം, എനിക്ക് ഒരുപാട് സന്തോഷമായി എന്ന് പറയുമ്പോൾ ഇതെല്ലാം അടുക്കളയിൽ നിന്ന് ജോലിക്കാരൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ജോലിക്കാരൻ അതെല്ലാം കേട്ട് മൗനമായി നിൽക്കുകയാണ്. അതേസമയം റാം ആണെങ്കിൽ ജോലിക്കാരനെ വിളിച്ചിട്ട് ഇന്ന് എനിക്ക് കുഞ്ഞ് ജനിക്കാൻ പോകുന്നതിന്റെ സന്തോഷം ആഘോഷിക്കണം, അതുകൊണ്ട് നിരോഷയ്ക്ക് ഇഷ്ടപ്പെട്ട ആഹാരം റെസ്റ്റോറന്റിൽ നിന്നും വാങ്ങിക്കൊണ്ടുവരാനായി പറയുമ്പോൾ ജോലിക്കാരൻ പറയും, മഴ പെയ്യുവല്ലേ, ഞാൻ നാളെ പോയിട്ട് വരാം എന്നൊക്കെ പറയുമ്പോൾ പറ്റില്ല, ഈ സന്തോഷം ഇപ്പോൾ തന്നെ ആഘോഷിക്കണം, 40 കിലോമീറ്റർ ഉണ്ട്, ഇപ്പോൾ തന്നെ പൊയ്ക്കോ എന്ന് ജോലിക്കാരനോട് പറയുന്നതിനാൽ വേറെ വഴിയില്ലാതെ ജോലിക്കാരൻ അവിടേക്ക് പോകുവാനായി ഇറങ്ങി. കുടയും എടുത്ത് കാറിൽ അവിടേക്ക് പോകും. അതേസമയം തന്നെ നിരോഷ റാമിനോട് ചോദിക്കുന്നുണ്ട്, നമുക്ക് കുഞ്ഞ് ജനിക്കാൻ പോകുന്നതിൽ നിങ്ങൾക്ക് സന്തോഷമുണ്ടോ? അത് കേട്ട റാം, പിന്നല്ലാതെ, എൻ്റെ കുഞ്ഞ് നിന്റെ വയറ്റിൽ വളരുവല്ലേ, എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്, ഞാൻ എങ്ങനെയാണോ നിന്നെ നോക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞിനെയും വളർത്തുമെന്ന് പറയുമ്പോൾ
എന്നെ നിങ്ങൾ ഒളിപ്പിച്ചല്ലേ കൊണ്ടുപോകുന്നത്? അതുപോലെ പറ്റില്ല. ഇനി നമുക്ക് കുഞ്ഞ് ജനിക്കാൻ പോവുകയാണ്. എന്നെ നിങ്ങൾ എല്ലാവരെയും മുന്നിൽ അറിയിക്കണം. പ്രത്യേകിച്ച് ലത അറിയണം നമ്മൾ തമ്മിലുള്ള ബന്ധം. നിങ്ങൾ എന്നെ വിവാഹം കഴിക്കണം എന്ന് നിരോഷ പറയുമ്പോൾ റാം പറയും, എനിക്ക് കുറച്ച് സമയം വേണം, അതുവരെ നീ ഒന്ന് വെയിറ്റ് ചെയ്യാനായും പറയുന്ന അതേ സമയം തന്നെ ലതയാണെങ്കിൽ റാമിനെ കോൾ ചെയ്യും. കാരണം എന്തെന്നാൽ ലത ന്യൂസിൽ റാം നിൽക്കുന്ന സ്ഥലത്ത് വെള്ളപ്പൊക്കമാണെന്നറിഞ്ഞു. അവൾ വിചാരിച്ചിരിക്കുന്നത് ബിസിനസ് മീറ്റിങ്ങിന് പോയെന്നാണല്ലോ. അങ്ങനെ ലത ചോദിക്കും, അവിടെയൊക്കെ വെള്ളപ്പൊക്കം എന്നറിഞ്ഞ് എങ്ങനെയുണ്ട്, സേഫ് ആണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതെ, ഞാനിപ്പോൾ ഒരു ഹോട്ടലിലാണ്, പക്ഷെ ഇവിടെ റേഞ്ച് ഇല്ല, ഞാൻ പിന്നെ വിളിക്കാം എന്നൊക്കെ പറയുന്ന അതേ സമയം തന്നെ നിരോഷയാണെങ്കിലും പ്ലേറ്റൊക്കെ തറയിലിട്ട് പൊട്ടിച്ചിട്ട് പെട്ടെന്ന് തന്നെ ലതയോട് കാര്യം പറ, എനിക്കിനി സഹിക്കാനായി പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ റാം ആണെങ്കിൽ മിണ്ടാതിരിക്കാനായി അവളോട് കെഞ്ചും. ഇതെല്ലാം കേട്ട് ലത ചോദിക്കും, എന്താ അവിടെ ഒരു ശബ്ദം കേൾക്കുന്നത്, എന്താ പൊട്ടുന്ന ശബ്ദം എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിന്റെ കൈ തട്ടി പ്ലേറ്റൊക്കെ തറയിൽ വീണതാണെന്ന് കള്ളം പറഞ്ഞ് റാം കോളും കട്ട് ചെയ്യുന്നു. ലത വിളിച്ചപ്പോൾ നിരോഷ പാത്രമൊക്കെ തറയിലിട്ട് പൊട്ടിച്ചതിന് റാം ആണെങ്കിലോ നിന്നെ നോക്കിക്കോടി, മഴ നനയിക്കും എന്നൊക്കെ പറഞ്ഞ് അവളെ തൂക്കിയെടുത്ത് മഴയത്തേക്ക് ഇറങ്ങും. എന്നാൽ നിരോഷയാണെങ്കിലോ മഴ നനയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് നേരെ ഓടി മുകളിലത്തെ ഫ്ലോറിലേക്ക് വരുന്നു. അവിടെ വെച്ച് റാമും നിരോഷയും കെട്ടിപ്പിടിച്ചൊക്കെ നിൽക്കുന്ന സമയം നിരോഷ റാമിനെ തട്ടി മാറ്റിയിട്ട് ഓടിപ്പോകുവാനായി ശ്രമിക്കുന്ന സമയത്തായിരുന്നു കാല് തന്നെ റാം തറയിലേക്ക് വീണു. റാമിന്റെ തല തറയിൽ വന്നിടിച്ച് പൊട്ടി ഒരുപാട് രക്തം വരുന്നുണ്ട്, കാല് മുടിഞ്ഞിരുന്നു. എന്നിട്ട് നിരോഷ അകത്ത് പോയിട്ട് പോലീസിനെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്, ആംബുലൻസിനെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എങ്ങോട്ടും കോൾ കണക്ട് ആവുന്നതേയില്ല, റേഞ്ചിന്റെ പ്രശ്നം. എന്നിട്ട് അവൾ പുറത്തു പോയ വേലക്കാരനെ വിളിക്കുമ്പോൾ കോൾ കിട്ടുന്നതേയില്ല. വീണ്ടും അവൾ എന്ത് ചെയ്യുമെന്നറിയാതെ നിൽക്കുന്ന സമയത്താണ് അവൾക്ക് റാമിന്റെ ഭാര്യയായ ലതയെ ഓർമ്മ വരുന്നത്. രണ്ടും കൽപ്പിച്ച് അവൾ ലതയെ ഫോൺ വിളിക്കും. എന്നിട്ട് പറയും, ഞങ്ങൾ രണ്ടുപേരും ഒരു സ്ഥലത്ത് പെട്ടുപോയിരിക്കുകയാണ്. റാം സെക്കൻഡ് ഫ്ലോറിൽ നിന്നും താഴെ വീണ് തലയ്ക്ക് പരിക്ക് പറ്റി കിടക്കുന്ന കാര്യം നിരോഷ ലതയോട് പറഞ്ഞു. അത് കേട്ട ലതയ്ക്ക് സങ്കടം സഹിക്കാനായില്ല. നിരോഷ താൻ റാമിനൊപ്പം ഹിൽ സ്റ്റേഷനിലുള്ള ഫാം ഹൗസിലുണ്ട്, അവർ തമ്മിലുള്ള ബന്ധം എന്താണെന്നും ലതയോട് അവൾ തുറന്നു പറഞ്ഞു. അത് കേട്ട ലതയാണെങ്കിലോ ഒരു നിമിഷം ഷോക്കായി പോകുന്നു. എന്ത് പറയണമെന്ന് അവൾക്കറിയത്തേയില്ല. എന്നാൽ അവളാണെങ്കിലോ ജോലിക്കാരൻ എവിടെയെന്ന് തിരക്കുമ്പോൾ അയാളാണെങ്കിൽ സാധനം വാങ്ങുവാനായി പുറത്തേക്ക് പോയിരിക്കുന്ന കാര്യം പറയും. വിളിച്ചിട്ട് കിട്ടുന്നതുമില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ലതയാണെങ്കിലോ ഹോസ്പിറ്റലിലേക്ക് കോൾ ചെയ്യും, ആംബുലൻസിനെ വിളിക്കാനായി പറയുമ്പോഴും എങ്ങോട്ടും കോള് പോകുന്നില്ല എന്ന കാര്യം നിരോഷ പറയുകയാണ്. ലതയ്ക്കാണെങ്കിൽ ഫാം ഹൗസ് അറിയാലോ, അതുകൊണ്ട് ഫാം ഹൗസിൽ എവിടെയൊക്കെ എന്തൊക്കെ സാധനം ഇരിക്കുന്നെന്നും ലതയ്ക്കറിയാം. ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഇന്ന സ്ഥലത്തിരിപ്പുണ്ട് എന്ന് പറഞ്ഞു കൊടുത്ത് അതിൽ ചില ടാബ്ലറ്റുകളും ഒക്കെയുണ്ട്, അതെടുത്ത് റാമിന് കൊടുക്കാനായും പറഞ്ഞു. അങ്ങനെ നിരോഷ ലത പറയുന്നതനുസരിച്ച് അതുപോലെ തന്നെ ചെയ്തതും റാമിന് കുറച്ച് ആശ്വാസമാവുകയാണ്. അതേസമയം തന്നെ ലത വിളിച്ചിട്ട് ആംബുലൻസിനെയൊക്കെ വിളിക്കാൻ നോക്കി, കിട്ടുന്നില്ല. ആയതിനാൽ നീ ടെൻഷൻ ആകണ്ട, ഞാൻ അവിടേക്ക് വരാമെന്ന് പറഞ്ഞ് ലത പുറപ്പെടും. പോകുന്നതിന് മുമ്പ് ലത ജോലിക്കാരനെ വിളിക്കുമ്പോൾ ജോലിക്കാരൻ മഴ കാരണം ഒരു സ്ഥലത്ത് പെട്ടിരിക്കുകയാണ്. ആരെയും വിളിക്കാനായിട്ട് ജോലിക്കാരന്റെ ഫോണിൽ റേഞ്ചും കിട്ടുന്നില്ല. അങ്ങനെ ലത അവിടേക്ക് പുറപ്പെടും. പക്ഷെ ഒരു കാര്യം, ലതയാണെങ്കിൽ ഫോൺ എടുക്കാൻ മറന്നിരുന്നു. അതൊന്നും അറിയാതെ നിരോഷ ലതയുടെ ഫോണിൽ വിളിച്ചുകൊണ്ടേയിരുന്നു. നിരോഷയാണെങ്കിൽ വല്ലാതെ ടെൻഷൻ ആവുകയാണ്. കാരണം ലതയെ വിളിച്ചിട്ട് കിട്ടുന്നതുമില്ല. എന്റെ ലത ഫാം ഹൗസിലേക്ക് എത്തുകയാണ്. ലത എന്നിട്ട് റാമിന് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് എയ്ഡ് ഒക്കെ ചെയ്തു കൊടുത്തിട്ട് നിരോഷയോട് പറയും, ഇങ്ങനെ പുറത്ത് കിടത്തിയാൽ പറ്റില്ല, നമുക്ക് എങ്ങനെയും അകത്തേക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് റാമിനെ എടുത്ത് അവർ ബെഡിൽ കൊണ്ടുവന്ന് കിടത്തും. എത്രയും വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം, ഞാൻ പോയി ആംബുലൻസ് കൂട്ടിക്കൊണ്ടുവരാം എന്ന് പറഞ്ഞ് ലത പോകുവാനായി ഇറങ്ങുമ്പോൾ നിരോഷ പറയും, നിങ്ങൾ പോകരുത്, ഇപ്പോൾ നിങ്ങളുടെ സാമീപ്യമാണ് റാമിന് അത്യാവശ്യം എന്ന് പറയുമ്പോൾ എങ്കിൽ ഞാനിവിടെ നിൽക്കാം, നീ പോയിട്ട് വരുമോ എന്ന് ചോദിക്കുമ്പോൾ നിരോഷയ്ക്കാണെങ്കിലും ഡ്രൈവ് ചെയ്യുവാനും അറിയില്ല. എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം, പുറത്തു പോയിരിക്കുന്ന ജോലിക്കാരൻ വരട്ടെ, അയാൾ വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം, എന്നിട്ട് നമുക്ക് അയാളെ ആംബുലൻസ് കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു വിടാമെന്ന് പറഞ്ഞ് അവർ റെസ്റ്റ് എടുക്കുന്ന സമയം ലതയാണെങ്കിലും നിരോഷയോട് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നു. നീ റാമിന് ഒരു നൈറ്റിന് വേണ്ടി മാത്രം വന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല, ഞങ്ങൾ തമ്മിൽ ആത്മാർത്ഥ പ്രണയത്തിലാണ്, 4 മാസമായി ഞങ്ങൾ അറിയാം എന്നുള്ള കാര്യം പറയുമ്പോൾ ഓഹോ, 4 മാസമായി നിങ്ങൾക്കറിയാമല്ലേ, അപ്പോൾ ഞാനും റാമും തമ്മിൽ എത്ര വർഷത്തെ ബന്ധമെന്ന് നിനക്കറിയാമോ? 20 വർഷമായിട്ടുള്ള ബന്ധമാ. എന്നിലില്ലാത്ത എന്ത് കാര്യമാണ് റാം നിന്നിൽ കണ്ടത് എന്നൊക്കെ നിരോഷയോട് ലതയാണെങ്കിൽ ദേഷ്യപ്പെട്ട കണക്ക് സംസാരിക്കുമ്പോൾ നിരോഷയാണെങ്കിൽ വിട്ടുകൊടുക്കില്ല. നിരോഷ ലതയോട് പറയും, നിങ്ങളിൽ നിന്നും റാം സ്നേഹം ആഗ്രഹിച്ചു, എന്നാൽ നിങ്ങളിൽ നിന്നും അത് കിട്ടിയില്ല, പക്ഷേ എന്നിൽ നിന്നും റാം ആഗ്രഹിക്കുന്ന സ്നേഹം റാമിന് കിട്ടിയെന്ന് പറയുമ്പോൾ ലതയ്ക്കാണെങ്കിൽ വല്ലാതെ ദേഷ്യം വരും. അതേസമയം തന്നെ നിരോഷയുടെ അമ്മ അവളെ കോൾ ചെയ്യും. അവൾ കോൾ എടുക്കാതെ നിൽക്കുമ്പോൾ ആരാ വിളിക്കുന്നത് എന്ന് ലത ചോദിക്കുമ്പോൾ അതിന്റെ അമ്മയാണെന്ന് നിരോഷ മറുപടി പറയും. കോൾ എടുക്ക്, അല്ലെ നിന്റെ അമ്മയ്ക്ക് ഇതെല്ലാം അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ നിരോഷ പറയും, അറിയില്ല.
എന്നാൽ ഒരു കാര്യം ചെയ്യാം, ഞാനെടുത്ത് എല്ലാ കാര്യവും തുറന്നു പറയാമെന്ന് ലത ഫോൺ പിടിച്ചു വാങ്ങുമ്പോൾ ദയവ് ചെയ്ത് പറയരുത്, എന്റെ അമ്മ ഈ കാര്യമൊന്നും അറിയരുതെന്ന് നിരോഷ കെഞ്ചി. അപ്പോൾ ലത പറയും, നിന്റെ അമ്മ അറിയാതിരിക്കണമെങ്കിൽ ഒരു കാര്യം ചെയ്യണം, നീ ഇവിടെ നിന്ന് പോകണമെന്ന് ലത പറയുന്നതിനാൽ നിരോഷ പോകുവാനായും തയ്യാറാകും. പക്ഷേ നിരോഷയുടെ ബാഗെല്ലാം റാമിന്റെ റൂമിലിരിക്കുകയാണ്. ലതയാണെങ്കിൽ റാമിനടുത്തേക്ക് ചെല്ലും. നിരോഷ പോകുവാനായി ബാഗ് എടുക്കുന്നത് റാമിന് മനസ്സിലായി. അപ്പോൾ റാം ആണെങ്കിലും ലതയോട് പറയുന്നുണ്ട്, നിരോഷ പോകരുത്, അവൾ ഇവിടെ തന്നെ കാണണം, അവളെ ഈ രാത്രി ഒറ്റയ്ക്ക് പറഞ്ഞു വിടരുത് എന്ന് റാം പറയുമ്പോൾ ലത പറയുന്നുണ്ട്, അവൾ പോകട്ടെ, അവൾ പോയാലാണ് നമുക്ക് നല്ലത് എന്ന് പറയുമ്പോൾ പറ്റില്ല, അവൾ പ്രഗ്നന്റ് ആണെന്ന് റാം പറയുന്നു. അത് കേട്ടതും ലത ഒരു നിമിഷത്തേക്ക് ഇല്ലാണ്ടായിപ്പോയി. അപ്പോൾ റാം പറയും, ഞാൻ നിരോഷയോടൊപ്പം ഉണ്ടായിരുന്നപ്പോൾ ഒരുപാട് ഹാപ്പിയായിരുന്നു, ആ സമയത്ത് പറ്റിപ്പോയതാണ് ഇതെല്ലാം, നീ എന്നോട് ക്ഷമിക്കണമെന്ന് റാം പറയുമ്പോൾ ലതയ്ക്കാണെങ്കിൽ അത് സഹിക്കാനായില്ല. വേദനയാലെ കഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന റാമിനെ ലത ഒരുപാട് തല്ലും. അത് കാണുന്ന നിരോഷ ലതയെ പിടിച്ചു മാറ്റിയിട്ട്, ഞാനാണ് ഇവിടുത്തെ പ്രശ്നം, ഞാൻ മാറിത്തരാം എന്നൊക്കെ പറയുമ്പോൾ വേണ്ട, നീ ഒന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിപ്പോയി ലത അവിടെ ഇരുന്ന് ഒരുപാട് കരയും. അത് കാണുന്ന നിരോഷ ലതയുടെ അടുത്ത് ചെന്നിരുന്ന് സംസാരിക്കുവാനായും തുടങ്ങി. അപ്പോഴാണ് ചില കാര്യങ്ങൾ മനസ്സിലാകുന്നത്. ഒരിക്കൽ ലതയെ കാണുവാനായിട്ട് ഈ നിരോഷ ചെന്നിരുന്നു. അന്ന് നിരോഷ 2 മാസം പ്രഗ്നന്റ് ആയിരുന്നു. അബോഷൻ ചെയ്യുവാനായിട്ടാണ് ലതയെ കാണാനായി എത്തിയത്. എന്നാൽ ലതയാണെങ്കിലോ അബോഷന് സമ്മതിച്ചില്ല. അടുത്ത തവണ വരുമ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡിനെയും കൂട്ടിക്കൊണ്ടു വരണം, കുഞ്ഞിനെ നന്നായി വളർത്തണം, ആ കുഞ്ഞ് ജനിക്കട്ടെ എന്നൊക്കെ ലത അവളെ ഉപദേശിക്കും. എന്നാൽ നിരോഷയ്ക്കാണെങ്കിലോ ലത ആരാണെന്നുള്ള കാര്യം അറിയാം. ലതയുടെ ഹസ്ബൻഡിന്റെ കുഞ്ഞിനെയാണ് താൻ വയറ്റിൽ ചുമക്കുന്നത് എന്ന കാര്യം നിരോഷ പറഞ്ഞില്ല. അബോഷൻ ചെയ്യാതെ അവൾ തിരികെ വന്നു. അതെല്ലാം കേട്ട് ലത പൊട്ടിക്കരയും. കാരണം അന്ന് നിരോഷയുടെ മുഖം നന്നായി ലത ശ്രദ്ധിച്ചിരുന്നില്ല. എന്നിട്ട് ലത ചോദിക്കും, നിന്റെ ഹസ്ബൻഡാണ് ഇതുപോലെ മറ്റൊരു പെണ്ണിനൊപ്പം നീ കാണുന്നതെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ ഞാനാണെങ്കിൽ ഉറപ്പായും എന്റെ ഹസ്ബൻഡിനെ ഉപേക്ഷിച്ചിട്ട് പോകുമെന്ന് നിരോഷ മറുപടി പറയും. അത് കേട്ട് ലത പറയും, ഒരു കാര്യം ചെയ്, എന്റെ ഹസ്ബൻഡിന്റെ കുഞ്ഞ് നിന്റെ വയറ്റിൽ വളരുകയല്ലേ, നിങ്ങൾ രണ്ടുപേരും സന്തോഷമായി ജീവിക്കേ, ഞാൻ ഒഴിഞ്ഞു തരാം, ഡിവോഴ്സിനും ഞാൻ തയ്യാറാണ്, ഞാൻ ഡിവോഴ്സ് തരാമെന്ന് പറഞ്ഞ് ലത പൊട്ടിക്കരയും. അത് കാണുന്ന നിരോഷ ലതയെ സമാധാനിപ്പിക്കുവാനായി അവൾക്ക് കോഫി ഇട്ട് കൊടുക്കുവാനായി അടുക്കളയിലേക്ക് പോകുന്നു. അതേസമയം തന്നെ അവിടെ വെച്ച് നിരോഷയെ അവളുടെ അമ്മ ഫോൺ വിളിക്കുമ്പോൾ നിരോഷ കോൾ എടുത്തിട്ട് നമ്മുടെ ജീവിതമെല്ലാം മാറാൻ പോകുന്നു അമ്മേ എന്നുള്ള കാര്യം അമ്മയോട് പറയുകയാണ്. എന്താണെന്നുള്ളത് അവൾ തുറന്നു പറഞ്ഞതേയില്ല. അതേസമയം തന്നെ ലത എന്തോ ആലോചിച്ച് നിൽക്കുകയാണ്. അതിനുശേഷം ലത ബാഗും എടുത്ത് പോകുവാനായി ഇറങ്ങുന്ന സമയം നിരോഷ ചോദിക്കും, എന്താ നിങ്ങൾ പോകുവാനായി ഇറങ്ങുന്നത്, ആംബുലൻസിനെ വിളിക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ നിരോഷയോട് ലത ചോദിക്കും, നീ നേരത്തെ പറഞ്ഞില്ലേ നിന്റെ ഹസ്ബൻഡിനെയാണ് ഇതുപോലൊരു സാഹചര്യത്തിൽ കണ്ടാൽ നീ പിന്നെ അവിടെ നിൽക്കില്ലെന്ന്, അതുപോലെ ഞാൻ പോവുകയാണ്, റേഞ്ച് കിട്ടുമെങ്കിൽ നീ ആംബുലൻസിനെ വിളിക്കേ, ഇല്ലാന്നുണ്ടെങ്കിൽ ആഹാരം വാങ്ങാൻ പോയിരിക്കുന്ന ജോലിക്കാരൻ വരുമ്പോൾ അവനെയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോകുവാനായി പറഞ്ഞ് ലത അവിടെ നിന്നും പോവുകയാണ്. അവൾ കരഞ്ഞുകൊണ്ട് കാർ ഓടിച്ച് അവളുടെ വീട്ടിലേക്ക് പോകുന്നു. അങ്ങനെ ലത കരഞ്ഞുകൊണ്ട് തന്റെ വീട്ടിലേക്ക് എത്തി. അതിനുശേഷം അടുത്ത ദിവസം രാവിലെയാണ് കാണിക്കുന്നത്. ഫാം ഹൗസിൽ ഒരുപാട് പോലീസുകാരുണ്ട്. പോലീസുകാരാണെങ്കിൽ വേലക്കാരനെ ചോദ്യം ചെയ്യുകയാണ്. അപ്പോൾ വേലക്കാരൻ പറയുന്നുണ്ട്, ഞാൻ ഇന്നലെ വൈകിട്ട് ആഹാരം വാങ്ങുവാനായി പുറത്തു പോയി, എന്നിട്ട് തിരികെ വന്ന് നോക്കിയപ്പോൾ കണ്ടത് ഇവിടെയെല്ലാം പ്ലേറ്റുകളൊക്കെ പൊട്ടിക്കിടക്കുന്നതാണ്. ആ ഒരു പെൺകുട്ടി ബാഗ് കെട്ടിപ്പിടിച്ചിരുന്ന് കരയുന്നു. ഞാൻ പോകുന്നതിന് മുമ്പ് അവൾ പ്രഗ്നന്റ് ആണെന്ന് റാമിനോട് പറയുന്നത് ഞാൻ കേട്ടിരുന്നു. എന്തോ പ്രശ്നം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമെല്ലാം പറയും. കാരണം എന്തെന്നാൽ റാം മരിച്ചിരിക്കുന്നു. പോലീസ് ആണെങ്കിൽ നിരോഷയെ ചോദ്യം ചെയ്യുകയാണ്. അപ്പോൾ നിരോഷ പറയും, ഞാൻ മാത്രമല്ല ഇവിടെ റാമിന്റെ ഭാര്യയായിട്ടുള്ള ലതയും ഉണ്ടായിരുന്നു. ലത വന്നിട്ട് രാത്രി തന്നെ പോയിരുന്നു. അവരെ ഞാൻ ഒരുപാട് കോൾ ചെയ്തിരുന്നു. അതിന്റെ കോൾ ലിസ്റ്റ് എടുത്ത് നോക്ക്, റെക്കോർഡിങ്ങും ഉണ്ടെന്ന് പറയുമ്പോൾ ഫോണാണെങ്കിൽ പോലീസ് വാങ്ങി ചെക്ക് ചെയ്യുമ്പോൾ അതിൽ റെക്കോർഡിംഗ് ഒന്നും ഓണല്ല. കാരണം എന്തെന്നാൽ ഫോണിൽ സംസാരിച്ച സമയം നിരോഷയാണെങ്കിൽ റെക്കോർഡ് ഓൺ ചെയ്യാനായിട്ട് മറന്നുപോയി. ഇത് വെച്ച് നമ്മൾ എങ്ങനെ തെളിയിക്കാനാ എന്ന് പറയുമ്പോൾ നിരോഷയാണെങ്കിൽ ലത ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ്. അങ്ങനെ പോലീസ് ലതയെ ഫോൺ ചെയ്യും. ലതയാണെങ്കിൽ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ സമയമായിരുന്നു. നിങ്ങളുടെ ഹസ്ബൻഡ് ഇവിടെ ഫാം ഹൗസിൽ മരിച്ചു കിടക്കുകയാണ്. പോലീസ് ലതയെ കാണണമെന്ന് പറയുമ്പോൾ ഞാൻ എങ്ങനെ വരാനാ സാർ, അതുവരെ എന്റെ കാറും കംപ്ലൈന്റ് ആണ്, മാത്രവുമല്ല ഇവിടെ നല്ല മഴയാണെന്ന് ലത പറയുമ്പോൾ പോലീസ് ആണെങ്കിൽ ചോദിക്കും, നിങ്ങൾ അപ്പോൾ ഇന്നലെ ഇവിടെ വന്നിരുന്നോ? ഞാൻ എങ്ങനെ വരാനാ, ഞാൻ വന്നിട്ടേ ഇല്ലെന്ന് ലത കള്ളം പറയും. അങ്ങനെ പോലീസ് നേരെ ചെന്ന് നിരോഷയോട്, അതിന് ലത ഇവിടെ വന്നില്ലെന്നാണല്ലോ പറയുന്നത്, നിങ്ങൾ കള്ളം പറയുകയാണോ എന്നൊക്കെ പറയുമ്പോൾ ആ വേലക്കാരനും പറയുന്നുണ്ട്, ഇന്നലെ ഇവൾ എന്തോ പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ട്, ഇവളാണ് സാറിനെ കൊന്നത് എന്നൊക്കെ വേലക്കാരൻ പറയുന്നതിനാൽ വേറെ വഴിയില്ലാതെ പോലീസ് നിരോഷയെ അറസ്റ്റ് ചെയ്യുകയാണ്. അതിനുശേഷം എന്താണ് അന്ന് രാത്രി സംഭവിച്ചത് എന്നാണ് കാണിക്കുന്നത്.
ലതയാണെങ്കിൽ ഒരു വശത്തിരുന്ന് കരയുകയാണല്ലോ. അതേസമയം തന്നെ നിരോഷയാണെങ്കിൽ കോഫി ഉണ്ടാക്കുവാനായി അടുക്കളയിലേക്കും പോയിരുന്നു. ആ സമയം എന്തോ ആലോചിച്ച് എഴുന്നേറ്റ ലതയാണെങ്കിൽ നേരെ റാമിനടുത്തേക്ക് വന്നു. റാമിനടുത്തിരുന്ന് അവൾ ഒരുപാട് കരയും. അതിനുശേഷം ഒരു തലയിണ എടുത്ത് റാമിന്റെ മുഖത്തേക്ക് അമർത്തി അവൾ അവനെ കൊന്നുകളഞ്ഞു. അതിനുശേഷമാണ് ലത അവിടെ നിന്നും പെട്ടെന്ന് വീട്ടിലേക്ക് വന്നത്. വീട്ടിലെത്തിയ ലത ആദ്യം ചെയ്തത് അവളുടെ വീട്ടിലുണ്ടായിരുന്ന CC ക്യാമറയെല്ലാം അഴിച്ചു മാറ്റുകയാണ് ചെയ്തത്. കാരണം പോലീസ് അന്വേഷിച്ചെത്തിയാൽ കണ്ടുപിടിക്കുമല്ലോ രാത്രി അവൾ വീട്ടിലില്ലാത്ത കാര്യം. അങ്ങനെ ക്യാമറയെല്ലാം അഴിച്ച് അവൾ ദൂരെ കൊണ്ടുപേക്ഷിക്കും. അതിനുശേഷം അവളുടെ വണ്ടി കംപ്ലൈന്റ് ആക്കി ഇടുകയും ചെയ്തു. ഫോണാണെങ്കിൽ അവളന്ന് കൊണ്ടുപോയതുമില്ല. അതുകൊണ്ട് വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു എന്നതിനുള്ള ഒരു തെളിവ് ഫോണിന്റെ ലൊക്കേഷൻ നോക്കിയാലും കണ്ടെത്തുവാനായി പറ്റും. നിരോഷയ്ക്ക് പോലീസിനോട് ലത അന്ന് ഫാം ഹൗസിൽ എത്തിയിരുന്നു എന്നത് തെളിയിക്കാനായി പറ്റിയില്ല. ആയതിനാൽ പോലീസ് നിരോഷയെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അതാണ് സിനിമയുടെ തുടക്കത്തിൽ കാണിച്ചത്. അങ്ങനെ കോടതിയിൽ കേസെത്തുമ്പോൾ നിരോഷയാണെങ്കിൽ ലതയാണ് ഈ കൊലപാതകത്തിന് പിന്നിൽ എന്ന് തെളിയിക്കാൻ ശ്രമിക്കുമെങ്കിലും കാര്യമായ തെളിവുകൾ ഇല്ലാത്തതിനാൽ ലതയാണ് കുറ്റവാളി എന്ന് നിരോഷയ്ക്ക് തെളിയിക്കാനായി പറ്റിയില്ല. മാത്രവുമല്ല, എതിർഭാഗം വക്കീൽ പറയും നിരോഷ പ്രഗ്നന്റ് ആയിരുന്നു. അക്കാര്യം റാമിനോട് അവൾ പറഞ്ഞു. റാമും നിരോഷയും തമ്മിൽ തർക്കത്തിലായി നിരോഷ റാമിനെ കൊന്നു എന്ന് വാദിക്കുന്നതിനാൽ കോടതിയാണെങ്കിലോ അത് സ്വീകരിക്കും. വേലക്കാരനാണെങ്കിൽ നിരോഷയ്ക്കെതിരായി മൊഴി കൊടുക്കുന്നതിനാൽ കോടതി നിരോഷയെ ശിക്ഷിച്ചു. അതോടുകൂടി സിനിമ അവസാനിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.